ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം ശ്ലോകം 17. ഉപേന്ദ്രോ വാമന പ്രാംശൂരമോഘസുജിരൂർജിത അതേന്ദ്ര സംഗ്രഹ സർഗോ ധൃതാത്മാ നിയമോ യമ. ഉപേന്ദ്രോ വാമന പ്രാംശൂരമോഘ ശുചിരൂർജിത അതേന്ദ്ര സംഗ്രഹ സർഗോ ധൃതാത്മാ നിയമോ യമ. ഈ ശ്ലോകത്തില് 12 നാമങ്ങൾ അടങ്ങിയിരിക്കുന്നു. ആദ്യത്തെ നാമം ഉപേന്ദ്രഃ. ഇത് സഹസ്രനാമത്തിൽ 151-ാമത്തെ നാമമാണ്. ഇവിടെ ആചാര്യ ഭഗവത്പാദർ അർത്ഥം പറയുന്നു. ഇന്ദ്രം ഉപഗതോ അനുജത് ഏന ഇതി ഉപേന്ദ്രഃ. യദ്വാ ഉപരിന്ദ്രഃ ഉപേന്ദ്രഃ. അപ്പൊ ഇന്ദ്രം ഉപഗതഃ അനുജത്. ഭഗവാന് ഉപേന്ദ്രൻ എന്ന് പേര് വരുവാൻ കാരണം ഇന്ദ്രന്റെ അനുജനായി ജനിച്ചു. കശ്യപ മഹർഷിക്കും അതിഥിക്കും ഉണ്ടായതാണ് ഇന്ദ്രൻ. ആ ഇന്ദ്രന്റെ അനുജനായിട്ടാണ് ഭഗവാൻ വാമനമൂർത്തിയായി അവതരിക്കുന്നത്. അപ്പം വാമന അവതാരം ഇന്ദ്രന്റെ അനുജനായിട്ടാണ്. ഇനി മറ്റൊരർത്ഥം പറയുന്നത് യദ്വാ ഉപരിന്ദ്രഃ ഉപേന്ദ്രഃ. യഥാർത്ഥത്തിൽ ഭഗവാന്റെ സ്ഥാനം ഇന്ദ്രനു മുകളിലാണ്. അതുകൊണ്ടും ഭഗവാനെ ഉപേന്ദ്രൻ എന്ന് പറയാം. അപ്പൊ ഭഗവാന് കൃഷ്ണാവതാരത്തില് ഗോവർദ്ധന പർവ്വതത്തിന്റെ ഉദ്ധാരണത്തിലൂടെ ഭഗവാൻ ഇന്ദ്രന്റെ അഹങ്കാരത്തെ ശമിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഗോകുലത്തെ മുഴുവൻ പ്രളയമേഘങ്ങളെ കൊണ്ട് വർഷിച്ച് അവിടെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ഭഗവാൻ നിസാരമായിട്ട് 7 ദിവസം ആ ഗോവർദ്ധന പർവ്വതം തൻ്റെ ഇടത് കൈയിലെ ചെറു വിരൽ കൊണ്ട് പൊന്തിപ്പിടിച്ചുകൊണ്ട് ആ മഴയെ ചെറുത്തു നിന്നു ഭഗവാൻ. അങ്ങനെ വെള്ളപ്പൊക്കത്തിൽ എന്നും ഗോകുലത്തെ രക്ഷിച്ചു. അതുകൊണ്ട് ഭഗവാന് ഉപേന്ദ്രഃ എന്ന നാമം ഇന്ദ്രനു മുകളിൽ. ആ ഇന്ദ്രൻ വന്ന് അവസാനം ഭഗവാനോട് ക്ഷമാപണമൊക്കെ ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ ഇന്ദ്രനെ ജയിച്ചവൻ, ഇന്ദ്രനെ നിയന്ത്രിക്കുന്നവൻ, ഇന്ദ്രനു മുകളിലുള്ളവൻ എന്ന അർത്ഥത്തിൽ ഭഗവാന് ഉപേന്ദ്രഃ എന്ന ശബ്ദനാമം. ഇനി ആധ്യാത്മികമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലും ഓരോരോ ദേവതകളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കൈയിൻ്റെ ദേവതയാണ് ഇന്ദ്രൻ. എല്ലാ ദേവന്മാരുടെയും നേതൃസ്ഥാനം വഹിക്കുന്നതാണ് മനസ്സും ആ മനസ്സിൻ്റെ മുകളിലുള്ള അഹങ്കാരവും. അപ്പോൾ അഹങ്കാരത്തിൻ്റെ സ്ഥാനവും ഇന്ദ്രൻ ഇവിടെ കൽപ്പിക്കാം. ആ അഹങ്കാരത്തെ പോലും ശക്തി കൊടുക്കുന്നത് ആരാണ്? ഭഗവാൻ. അപ്പൊ അതിൻ്റെ പിറകിലുള്ള ആളാണ് ഉപേന്ദ്രൻ എന്ന നാമം. ഇനി അടുത്തത് വാമനഃ. വാമനഃ എന്ന് പറഞ്ഞാല് ഉയരം കുറഞ്ഞവൻ എന്നാണ് അർത്ഥം. എല്ലാവരാലും ആരാധിക്കപ്പെടുന്നവനെന്നും അർത്ഥമുണ്ട്. ഇവിടെ ആചാര്യ ഭഗവത്പാദർ പറയുന്നു, ബലീം വാമനരൂപേണ യാചിതവാൻ ഇതി വാമനഃ. ബലിയെ വാമനരൂപത്തിൽ ചെന്ന് ബലിയോട് യാചന ചെയ്തതിനാൽ വാമനൻ എന്ന നാമം. അപ്പൊ വാമനകഥ നമ്മള് നാരായണീയത്തിൽ കൂടിയും അല്ലാതെ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ആദ്യ ഭാഗത്തും നമ്മൾ ഈ കഥ
ബലിയുടെയും വാമനന്റെയും കഥ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ആ കഥ വീണ്ടും അതുകൊണ്ട് ഇവിടെ ആവർത്തിക്കുന്നില്ല. അത് എല്ലാവർക്കും അറിയാമല്ലോ. ഇനി അടുത്തത് പ്രാംശൂരക. ഇത് 153-ാമത്തെ നാമമാണ്. ഇതിൻ്റെ അർത്ഥം ഉയരം കൂടിയവൻ എന്നാണ് അർത്ഥം. അപ്പം ഈ വാമനഃ, പ്രാംശൂരഃ, ഉപേന്ദ്രഃ ഇത് പരസ്പരം ബന്ധപ്പെട്ട നാമമാണ്. ഭഗവാൻ വാമന അവതാരമെടുത്തപ്പോൾ ആദ്യം ചെറിയ രൂപത്തിലാണ് മഹാബലിയുടെ മുമ്പിൽ ഒരു ചെറിയ ബ്രാഹ്മണ കുട്ടിയായി വന്ന് ആ ചെറിയ കാലടികൾ മഹാബലിക്ക് കാണിച്ചു കൊടുത്ത് മഹാബലിയോട് 3 അടി മണ്ണ് യാചിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മഹാബലിയുടെ അഹങ്കാരം കൊണ്ട് തൻ്റെ മുമ്പിൽ വന്നത് ഈശ്വരനാണെന്ന് മഹാബലിക്ക് അറിയാൻ സാധിച്ചില്ല. ആ സമയത്ത് മഹാബലിയുടെ ഗുരുവായ ശുക്ലാചാര്യരെ പറയുന്നുണ്ട്, ആ ഈശ്വരൻ എത്ര വലിയവനാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അവിടെ എന്നാൽ മഹാബലിക്ക് അവിടെ ഭഗവാനാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ചെറിയ ഒരു ബ്രാഹ്മണക്കുട്ടിയാണെന്നാണ് വിചാരിച്ചത്. ബ്രാഹ്മണരോട് മഹാബലിക്ക് കൂടുതൽ ഇഷ്ടമുണ്ട്. അവർക്ക് എന്തും ദാനം കൊടുക്കാൻ വളരെ താല്പര്യമുള്ള ആളാണ് മഹാബലി. അതുകൊണ്ടാണ് ഭഗവാൻ ആ വേഷത്തിൽ വന്ന് യാചന ചെയ്തത്. അപ്പം മഹാബലിയുടെ വിചാരം എന്താണ്? താനാണ് സ്വയം ഈശ്വരൻ എന്ന് അഹങ്കരിച്ചു. പിന്നീട് ഭഗവാന്റെ വിശ്വരൂപ ദർശനമൊക്കെ കണ്ടപ്പോഴാണ് ഭഗവാൻ ഇത്രയും വലിയ ആളാണെന്ന് മഹാബലിക്ക് ബോധ്യം വരുന്നത്. അപ്പൊ ചെറിയ ഒരു ആളാണെന്നാണ് വിചാരിച്ചത് ആ ബ്രാഹ്മണക്കുട്ടി. പിന്നീട് ഈ ബ്രാഹ്മണക്കുട്ടിയുടെ കാലുകൊണ്ട് എത്ര അളന്നാൽ എത്ര എടുക്കാൻ സാധിക്കും എന്നൊക്കെയാണ് മഹാബലിയുടെ ധാരണയുണ്ടായിരുന്നത്. അപ്പൊ ഒടുവിലാണ് ഭഗവാന്റെ മഹിമ മനസ്സിലാകുന്നത്. ആ സമയത്താണ് ഭഗവാന്റെ മുമ്പിൽ സ്വയം വിനീതനായിത്തീരുന്നത്. ഭഗവാനോട് പറയുന്നുണ്ട്, തൻ്റെ വാക്കിനെ സത്യമാക്കി തീർക്കുവാൻ അപേക്ഷിച്ചുകൊണ്ട് 3-ാമത്തെ അടി വയ്ക്കുവാൻ തൻ്റെ തല കാണിച്ചു കൊടുത്തു. അല്ലാതെ ഭഗവാൻ ചവിട്ടിത്താഴ്ത്തിയതും ഒന്നുമല്ല. നമ്മളെല്ലാവരും അങ്ങനെയാണ്. അഹങ്കാരം നമ്മളിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് നമ്മൾ തല ഉയർത്തിപ്പിടിക്കുന്നത്. അഹങ്കാരം താഴുമ്പോഴാണ് നാം മറ്റുള്ളവരുടെ മുന്നിൽ വിനയാന്യുതരായിത്തീരുന്നത് എന്ന് കാണിച്ചു തരുവാണ് ഈ മഹാബലിയുടെ കഥയിലൂടെ. അപ്പം ആ കഥയല്ല നമ്മൾ എടുക്കേണ്ടത്, ആ കഥയിലെ തത്വമാണ് നാം എടുക്കേണ്ടത്. നമ്മൾ എപ്പോഴും വിനയാന്യുതരായിരിക്കണം എന്നൊരു പാഠം ഇതിൽ കൂടി പഠിക്കുകയാണ്. ഇനി അടുത്ത പ്രാംശു എന്നാൽ ത്രിവിക്രമനെന്നും അർത്ഥമുണ്ട്. ഇവിടെ ഭഗവാൻ കാലുയർത്തിയതും ആ 2 പാദത്തിലൂടെ 14 ലോകങ്ങളുടെ ഉള്ളിൽ ഭഗവാന്റെ കാല് പെട്ടുപോയി കഴിഞ്ഞു, അല്ലേ? അളന്നെടുത്തു കഴിഞ്ഞു. അപ്പം എല്ലാ ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഉയരത്തോടു കൂടിയവൻ എന്നർത്ഥം ഭഗവാന് പ്രാംശു. അപ്പം ഈ പ്രാംശു, ഉപേന്ദ്രക, വാമനക ഇത് ഈ പ്രാംശു എന്ന അർത്ഥം ഭഗവാന്റെ അവതാര സന്ദർഭത്തിലെ നാമങ്ങളാണെന്ന് നാം ധരിക്കണം. അതാണ് അത് 3ഉം അടുപ്പിച്ചങ്ങനെ വന്നിരിക്കുന്നത്. അപ്പം അതിഥിയുടെ പുത്രനായി ഇന്ദ്രൻ ജനിച്ചതുകൊണ്ട് ഇന്ദ്രൻ്റെ അനുജനായി വാമനനായി ജനിച്ചതുകൊണ്ട് ഇന്ദ്രൻ്റെ അനുജനായി വന്ന നാമമാണ് ഉപേന്ദ്രൻ. വാമനമൂർത്തിയായി ജനിച്ചിട്ട് ഭഗവാന് ഉപേന്ദ്രൻ എന്ന നാമം കിട്ടിയത് അങ്ങനെയാണ്.
പിന്നോ ഉയരം കുറഞ്ഞതുകൊണ്ട് വാമനൻ എന്ന് പേര് വന്നു. അതേ ആള് തന്നെ തൻ്റെ യഥാർത്ഥ ശരീരം കാണിച്ചു കൊടുത്തപ്പോൾ അത് വാമനനല്ല, പ്രാംശൂരമാണെന്ന്, വലിയ ഉയരം കൂടിയ ആളാണെന്നും തെളിയിച്ചു. അങ്ങനെയാണ് ഭഗവാൻ ഈ 3 നാമം കിട്ടുന്നതെന്ന് സാരം. ഇനി അടുത്തത് അമോഘ. ഇത് 110ാമത്തെ നാമമായി വന്നതാണ്. വീണ്ടും ആവർത്തനമാണ് ഇത്. 154ാമത്തെ നാമം വീണ്ടും ആവർത്തനമായി വന്നിരിക്കുന്നു. ഇവിടെ ആചാര്യ ഭഗവത്പാദർ അർത്ഥം പറയുന്നു. ന മോഹം ചേഷ്ടിതം യസ്യ സ അമോഘ. ആരുടെ ചേഷ്ടകൾ വെറുതെ ആവുന്നില്ലയോ അവൻ അമോഘൻ. മോഹമെന്നാൽ വ്യർത്ഥം എന്നർത്ഥം. പ്രയോജനരഹിതമായി ചെയ്യുന്നതിനെ മോഹമെന്ന് പറയുന്നു. ഇവിടെ ന മോഹമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭഗവാന്റെ കർമ്മങ്ങളൊന്നും മോഹമാകില്ല, വ്യർത്ഥമാകില്ല. ഭഗവാൻ സത്യസങ്കൽപ്പനാണ്. ചിന്തിക്കുന്നതെല്ലാം സത്യമായി സംഭവിക്കും. അത് ഭഗവാൻ ഏത് പ്രവൃത്തിയിലേക്ക് ഇറങ്ങി തിരിച്ചാലും അതിൻ്റെ ഫലം കാണാൻ സാധിക്കും. സൃഷ്ടിസ്ഥിതി സംഹാരം ചെയ്യുന്നത് സഫലമായിട്ടാണ്. അതുകൊണ്ട് ഭഗവാന് നാമം അമോഘ. അടുത്തത് ശുചിഹി. ഭഗവാൻ ശുദ്ധിയാണ്, ശുചീകരിക്കുന്നു. ഈ നാമവും വീണ്ടും ആവർത്തനം വന്നതാണ്. 251ാമത്തെ നാമമായി വീണ്ടും ഇത് വരുന്നുണ്ട്. ഇവിടെ ആചാര്യ ഭഗവത്പാദർ അർത്ഥം പറയുന്നു. സ്മരാതാം സ്തുവതാം അർച്ചനായാം ച ഭാവനത്വാത് ശുചിഹി. സ്മരാതാം സ്തുവതാം അർച്ചയതാം ച ഭാവനത്വാത് ശുചിഹി. സ്മരേത, ഭഗവാനെ തന്നെ സ്മരിക്കുന്നവർക്കും പിന്നെയോ ഭഗവാനെ തന്നെ സ്തുതിക്കുന്നവർക്കും ഭഗവാനെ തന്നെ അർച്ചിക്കുന്നവർക്കും ഭാവനത്വാത്, അവരെയെല്ലാം ഭഗവാൻ പവിത്രീകരിക്കുന്നു. അതുകൊണ്ട് ഭഗവാനെ ശുചിഹി എന്ന നാമം. അപ്പം ഭഗവാനെ സ്മരിച്ചാലോ കീർത്തനം ചെയ്താലോ പുഷ്പം കൊണ്ട് അർച്ചിച്ചാലോ എല്ലാം നമ്മളെ ശുദ്ധീകരിക്കുന്നതാണെന്ന് സാരം. അല്ലാതെ നമ്മൾ വീട്ടിൽ പൂജകൾ ചെയ്താൽ ദോഷം ഭവിക്കുമെന്ന് ചിലരൊക്കെ ധരിച്ചു വച്ചിട്ടുണ്ട്. അങ്ങനെയല്ല. നമ്മൾ വീട്ടിൽ നമ്മുടെ കൈകൊണ്ട് ഭഗവാനെ പൂജിക്കുകയും ഭഗവാനെ അർച്ചിക്കുകയും ഭഗവാന് നേദ്യം കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് പവിത്രമായി തീരുകയാണെന്നുള്ള സത്യം നാം അറിഞ്ഞിരിക്കണം. ഭഗവാൻ നിത്യശുദ്ധനാണ്, സ്വയം ശുദ്ധിയാണ്. അതുകൊണ്ട് ഭഗവാന് നാമം ശുചിഹി. ഇനി അടുത്തത് ഊർജിത. ഇത് 156ാമത്തെ നാമമാണ്. ഇവിടെ ആചാര്യ ഭഗവത്പാദർ അർത്ഥം പറയുന്നു. ഫല പ്രകൃഷ്വത്ത് ശാലിത്വാത് ഊർജിത. ഫലശാലി, വർദ്ധിച്ച ആ ബലമുള്ളവൻ. ഭഗവാനാണ് ഈ ലോകത്തിൻ്റെ മുഴുവൻ ബലം. വീര്യം എന്നതിന് ബലമെന്നും അർത്ഥമുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഭഗവാൻ എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഭഗവാനിൽ ഉണ്ടായിരിക്കണം അല്ലേ? ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം. ഇതുള്ളവൻ ഭഗവാൻ. അപ്പൊ ആ വീര്യത്തിനു പകരം ഇവിടെ ബലമെന്ന് പറഞ്ഞിരിക്കുന്നു. ഗീതയില് 7ാം അധ്യായത്തില് 11ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഭഗവാൻ,
ബലം ബലവതാം ചാഹം കാമരാഗ വിവർജിതം ധർമാ വിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. അപ്പം ബലവാന്മാരുടെ ബലം ഞാനാകുന്നു. നരസിംഹാവതാര സമയത്ത് ഹിരണ്യകശിപു പ്രഹ്ലാദനോട് ചോദിക്കുന്നുണ്ട്, എന്തു ബലത്തിലാടാ നീ എന്നെ ധിക്കരിക്കുന്നത് എന്ന്. ഞാൻ പറയുന്നതൊന്നും നീ അനുസരിക്കാത്തത്. അപ്പോൾ പ്രഹ്ലാദൻ പറയുന്നുണ്ട്, അച്ഛാ, എൻ്റെ മാത്രം ബലമല്ല, അച്ഛൻ്റെ ബലവും ഈ ലോകത്തിലെ എല്ലാ ബലവാന്മാരുടെ ബലവും ഭഗവാനാണ്. അപ്പം ആ ഭഗവാന്റെ ബലം കൊണ്ടാണ് അച്ഛൻ ഇപ്പോൾ എന്നോട് ഏത് ബലമാണെന്ന് ചോദ്യം ചെയ്യുന്നത്, ആരുടെ ബലത്തിലാണെന്ന് ചോദിക്കുന്നത്. അച്ഛനും ആ ഭഗവാന്റെ ബലം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും ബലം ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാന് നാമം ഊർജിതഃ. ഇനി അടുത്തത് അതീന്ദ്രഃ. 157ാമത്തെ നാമമാണ് ഈ നാമം. ഇന്ദ്രനെ അതിക്രമിച്ചവൻ. അദീത്യ ഇന്ദ്രം സ്ഥിതോ ജ്ഞാന ഐശ്വര്യാദിഭി സ്വഭാവ സിദ്ധൈർ ഇതി അതീന്ദ്രഃ. അദീത്യ ഇന്ദ്രം സ്ഥിതഃ, ഇന്ദ്രനെ അതിക്രമിച്ച് സ്ഥിതി ചെയ്യുന്നു. ഏതെല്ലാം ഗുണങ്ങളെ കൊണ്ട്? ജ്ഞാന ഐശ്വര്യാദിഭി സ്വഭാവ സിദ്ധൈരിതി അതീന്ദ്രഃ. സ്വഭാവ സിദ്ധങ്ങളായ ജ്ഞാനം, ഐശ്വര്യം മുതലായ ഗുണങ്ങളാൽ ഇന്ദ്രനെ അതിക്രമിച്ച് നിൽക്കുന്നതുകൊണ്ട് ഭഗവാന് നാമം അതീന്ദ്രഃ. നാരായണീയത്തില് 1-ാം ദശകത്തില് പട്ടതിരിപ്പാട് പറയുന്നുണ്ട്, 10-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഐശ്വര്യം ശങ്കരാദീശര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമഭിയശോ നിസ്പ്രഗൈക്ഷോഭഗീതം അംഗാസംഗാ സദാ ശ്രീരഖില വിദസി നക്വാഭിദേ സംഗവാർത്താ തത്വാതാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. അപ്പൊ ഭഗവാൻ എന്ന ശബ്ദത്തിന് മുഖ്യ ആശ്രയഭൂതൻ അങ്ങാണെന്ന് പട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനെ നോക്കി പറയുകയാണ്. ഗുരുവായൂരപ്പൻ വിഷ്ണുവാണ്, കൃഷ്ണൻ തന്നെയാണ്. ഐശ്വര്യം, ശ്രീ, വീര്യം, യശസ്, ജ്ഞാനം, വൈരാഗ്യം ഇത് ഭഗവാനിലാണ് കാണപ്പെടുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശങ്കരാദീശര വിനിമയനം എന്ന് പറഞ്ഞിരിക്കുന്നത് മഹാദേവനെയും ബ്രഹ്മദേവനെയും ഇന്ദ്രനെയും വരുണനെയും വായുവിനെയും യമനെയും അഗ്നിയെയും എല്ലാം അടക്കി നിർത്തുന്ന ആളാണ് ഭഗവാൻ മഹാവിഷ്ണു. എല്ലാ ഗുണങ്ങളും നല്ലവണ്ണം തികഞ്ഞത് എന്നർത്ഥം. അതാണ് ഇവിടെ ഇന്ദ്രനെ അതിക്രമിച്ച് നിൽക്കുന്നവൻ എന്ന് ഭഗവാന് നാമം അതീന്ദ്രഃ. ഇനി അടുത്തത് സംഗ്രഹ. ഇത് 158ാമത്തെ നാമമാണ്. എല്ലാം തന്നിൽ അടക്കുന്നവൻ, എല്ലാത്തിൻ്റെയും ആ പ്രളയത്തിൽ തിരിച്ചു സംഗ്രഹിക്കുന്നു, മടക്കി എടുക്കുന്നു. ഭഗവാൻ സൃഷ്ടിയുടെ ആരംഭത്തിൽ എല്ലാത്തിനെയും തന്നിൽ നിന്ന് പുറത്തേക്ക് പ്രകാശിപ്പിച്ച്, അതായത് നമ്മൾ രാവിലെ എണീറ്റ് വീട്ടിലെ മൃഗങ്ങളെയൊക്കെ തുറന്നു വിടും പോലെ ഭഗവാൻ സൃഷ്ടിയുടെ ആദിയിൽ എല്ലാത്തിനെയും തുറന്നു വിട്ടു. അവസാനം പ്രളയമാകുമ്പോൾ എല്ലാത്തിനെയും തിരിച്ച് തന്നിലേക്ക് അടക്കും. അപ്പൊ എങ്ങനെയാണോ വീട്ടിലെ മൃഗങ്ങളെ വൈകുന്നേരം തിരിച്ച് കൂട്ടിലേക്ക് കയറ്റുന്നത് പോലെ ആ പ്രളയകാലത്ത് ലോകത്തെ മുഴുവൻ അതിൻ്റെ അവ്യക്താവസ്ഥയിലേക്ക് മടക്കിക്കൊണ്ടുപോകുന്നു. അതുകൊണ്ട് ഭഗവാന് നാമം സംഗ്രഹ എന്ന് നാമം.
അപ്പം തൻ്റെ ഭക്തന്മാരെ സംഗ്രഹിക്കുന്നവൻ, ഭക്തന്മാരെ വിടാതെ തൻ്റെ കയ്യിൽ ചേർത്തു വെക്കുന്നവൻ, ഭഗവാന്റെ കൃപ കൊണ്ട് തന്നിൽ തന്നെ നിർത്തുന്നവൻ, അതുകൊണ്ട് ഭഗവാനെ സംഗ്രഹ എന്ന നാമം. ഇനി അടുത്തത് സർഗ. സൃഷ്ടിക്കപ്പെട്ടതായിട്ടുള്ള വസ്തുക്കളെല്ലാം സർഗശബ്ദം കൊണ്ട് പറയും. സൃഷ്ടി എന്ന ക്രിയയും സൃഷ്ടിക്കപ്പെട്ട വസ്തു എന്ന നാമവും ഭഗവാൻ തന്നെ. ദൈവശതകത്തില് പറയുന്നുണ്ട് ശ്രീനാരായണ ഗുരു, നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. അപ്പം സൃഷ്ടിക്കുള്ള സാമഗ്രിയും സൃഷ്ടിക്കുള്ള ഉപാദാന കാരണമായതും അതുപോലെ സൃഷ്ടിക്കപ്പെട്ട ജഗത്തായതും ഭഗവാൻ തന്നെയാണ്. അപ്പൊ സൃഷ്ടി എന്നുള്ള പ്രക്രിയയും ഭഗവാൻ തന്നെ. അതുകൊണ്ട് ഭഗവാന് നാമം സർഗഃ. ഇനി അടുത്തത് ധൃതാത്മ. എപ്പോഴും ഒരേ രൂപത്തിൽ ധരിക്കപ്പെടുന്നവൻ. ഏകരൂപേണ ജന്മാതിരഹിതയാ ധൃതഃ ആത്മയേനേഹ ധൃതാത്മാ എന്ന് ആചാര്യ ഭഗവത്പാദർ അർത്ഥം പറയുന്നു. ഏകരൂപേണ, ഒരേ രൂപത്തിൽ. ഭഗവാന്റെ സ്വരൂപം എന്താണ്? സച്ചിദാനന്ദമാണ്. ആ സച്ചിദാനന്ദ രൂപത്തിന് ഒരിക്കലും മാറ്റമില്ല. പ്രപഞ്ചം ഉണ്ടാകുമ്പോഴും അത് നശിക്കുമ്പോഴും ഭഗവാന്റെ സ്വരൂപത്തിന് യാതൊരു മാറ്റവുമില്ല. എങ്ങനെയാണോ സ്വർണം ആഭരണമായി മാറുമ്പോഴും ആ സ്വർണത്തിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടാതിരിക്കുന്നത് പോലെ ഭഗവാന്റെ സ്വരൂപത്തിന് യാതൊരു മാറ്റവുമില്ല. ജന്മാതിരഹിതമായ എന്ന് വെച്ചാൽ ജന്മം ആദിയായിക്കൊണ്ട് അതിൻ്റെ വൃത്തിയും ക്ഷയവും നാശവും എല്ലാം എന്നീ 6 വികാരങ്ങൾ ഇല്ലാതെ ഏകരൂപത്തിൽ നിൽക്കുന്നു ഭഗവാൻ. ഇതിൻ്റെ സ്വരൂപം നിലനിർത്തപ്പെടുന്നത് ഏത് ഒരുവനാൽ ആണോ അവനെയാണ് ധൃതാത്മാ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നിയമഃ. അവരവരുടെ അധികാര കർത്തവ്യ കർമ്മങ്ങളിൽ പ്രജകളെ നിയമിക്കുന്നവൻ നിയമഃ. അതായത് ഇന്ദ്രൻ, വായു, അഗ്നി, വരുണൻ, അതുപോലെ ദിക്പാലകന്മാര്, ബ്രഹ്മാവ്, രുദ്രൻ മുതലായവരും അതുപോലെ മനുഷ്യരെയും അസുരരെയും അവരവരുടേതായിട്ടുള്ള അധികാരത്തിനനുസരിച്ച് അവരുടെ കർമ്മങ്ങളിലേക്ക് അവരെ നിയമിക്കുന്നവൻ, നിയന്ത്രിക്കുന്നവൻ. അതുകൊണ്ട് ഭഗവാന് നാമം നിയമഃ. അപ്പൊ സൂര്യൻ നിത്യവും നിയമത്തോടുകൂടി ഉദിക്കുന്നു, അസ്തമിക്കുന്നു. അതുപോലെ ചന്ദ്രനും അതിൻ്റെ ആ നിയമങ്ങളനുസരിച്ച് അതും പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ നക്ഷത്രങ്ങളും അതിൻ്റെ നിയമങ്ങളനുസരിച്ച് അതും പ്രവർത്തിക്കുന്നു. സസ്യജാലങ്ങൾക്കും അതുപോലെ നിയമങ്ങളുണ്ട്, ജന്തുജാലങ്ങൾക്കും അതുപോലെ നിയമങ്ങളുണ്ട്. അപ്പൊ പ്രകൃതിയിലെ ഏത് സൃഷ്ടിയെ സംബന്ധിച്ചും നിയമങ്ങൾക്ക് വിധേയരാണ്. ആ നിയമം ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ ധർമ്മമൂർത്തിയാണ്. അതുകൊണ്ട് ഭഗവാന് നാമം നിയമഃ. ഇനി അടുത്തത് യമഃ. എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഭഗവാന് നാമം യമം. അപ്പൊ എല്ലാവരുടെയും ഉള്ളിലിരുന്നു കൊണ്ട് അന്തർയാമിയായിട്ട് നമ്മളെ നിയന്ത്രിക്കുന്നവൻ എന്ന നാമത്തിൽ ഭഗവാനെ യമഃ. ഹരി ഓം.
ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ വിഷ്ണു സഹസ്രനാമസ്തോത്രം ശ്ലോകം 18. വേദ്യോ വൈദ്യസദാ യോഗി വീരകാമാതവോ മധു അതീന്ദ്രിയോ മഹാമായോ മഹോത്സാഹോ മഹാബല. വേദ്യോ വൈദ്യസദായോഗി വീരകാമാധവോ മധു അതീന്ദ്രിയോ മഹാമായോ മഹോത്സാഹോ മഹാബല. അപ്പം ഈ ശ്ലോകത്തിൽ 10 നാമങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ നാമമാണ് വേദ്യ. അത് സഹസ്രനാമത്തിൽ 163ാമത്തെ നാമമായി വരുന്നു. അപ്പം ഈ വേദ്യ എന്ന നാമം വിത്ത് എന്ന ധാതുവിൽ നിന്നും ഉത്ഭവിച്ചതാണ്. അതിൻ്റെ അർത്ഥം പറയുന്നത് ജ്ഞാനം, അറിവ്, അറിയപ്പെടേണ്ടവൻ, അറിവിന് വിഷയമാകേണ്ടവൻ എന്നൊക്കെ ഇവിടെ അർത്ഥമെടുക്കാം. ആചാര്യ ഭഗവത്പാദർ അർത്ഥം പറയുന്നത് ആത്മാവാം ഹരേ ദൃഷ്ടവ്യ ശ്രോതവ്യ മന്തവ്യ വിധി നിരുത്യാസഹ. അപ്പം ഈ വഴിയിൽ കൂടെ ആത്മാവിനെ കാണേണ്ടത്, അറിയേണ്ടത് എന്ന് സാരം. അതിനെന്തു വേണം? നമ്മൾ ഒരു ഗുരുമുഖത്തു നിന്നും ശ്രവണം ചെയ്യേണ്ടതാണ്. ആ ശ്രവണം ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മുടെ യുക്തി ഉപയോഗിച്ച് മനനം ചെയ്യേണ്ടതാണ്. മനനം ചെയ്ത് നമുക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ അതിനെ വീണ്ടും വീണ്ടും നമ്മുടെ ഉള്ളിൽ പറഞ്ഞ് ഉറപ്പിക്കുന്ന ആ ധ്യാന പ്രക്രിയയാണ് നിരുധ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഉപനിഷത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ കണ്ടില്ല എങ്കിൽ നമ്മൾ ഈ സത്യത്തെ, ഈ മനുഷ്യജന്മം കിട്ടിയിട്ട് ഇവിടെ വെച്ച് നാം അറിഞ്ഞില്ല എങ്കിൽ നമ്മുടെ ജന്മം വലിയ ഒരു നഷ്ടമായി മാറുന്നു, ഒരു പാഴ്ജന്മമായി മാറുന്നു എന്ന് കഠിനോപനിഷത്തിൽ പറയുന്നുണ്ട്. അവിടെ പറയുന്നത് ഇഹ ചേതശഹത് ബോധ്യവ്യം പ്രാക് ശരീരസ്യ വിവസ്രഹ തത സർഗേഷു ലോകേഷു ശരീരത്വായ കൽപ്പതി. ഈ സത്യം ഇവിടെ മനുഷ്യർ അറിയേണ്ടതാണ്. അറിഞ്ഞില്ല എങ്കിൽ മഹത്തായ നഷ്ടമാണ്. ഈ മനുഷ്യജന്മം കൊണ്ട് സാധിക്കുന്ന കാര്യമാണ് നമ്മൾ സാധിച്ചെടുക്കേണ്ടത്. അപ്പം ബാക്കി മറ്റു കാര്യങ്ങൾ എല്ലാ ജന്മത്തിൽ കൂടിയും സാധിക്കും. ആഹാര, നിദ്ര, ഭയ, മൈഥുനാദികള് എല്ലാ ജന്തുക്കൾക്കും ഇത് പൊതുവായിട്ടുള്ളതാണ്. അതുതന്നെ മനുഷ്യനും ചെയ്തുകൊണ്ടിരുന്നാൽ മനുഷ്യജന്മത്തിന് ഒരർത്ഥവുമില്ല. എല്ലാ ജന്തുക്കൾക്കും ആഹാരം കഴിക്കുന്നു, എല്ലാ ജന്തുക്കളും ഉറങ്ങുന്നു, എല്ലാ ജന്തുക്കളും പ്രത്യുൽപാദനം നടത്തുന്നു, എല്ലാ ജന്തുക്കളും അവരുടെ ജീവിതത്തിൽ കൊതിയുണ്ട്, സുരക്ഷിതത്വം ആഗ്രഹിക്കുന്നു. ഇത് തന്നെയാണ് മനുഷ്യനും. ഈ 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ജന്മം മൃഗതുല്യമാണ് എന്ന് ഉപനിഷത്തിൽ പറയുന്നു. അപ്പം മനുഷ്യജന്മം ചില സ്പെഷ്യൽ ലക്ഷ്യങ്ങൾ കൂടെ ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട്. ആ ലക്ഷ്യം സാധിക്കാതെ ഇവിടെ നിന്നും വിട്ടുപോകരുത്. ഒരു കർത്തവ്യമാണ് നമുക്ക് ഭഗവാന് നമ്മളെ അറിയിക്കുന്നത്. അതാണ് ഇവിടെ വേദ്യ എന്ന പ്രയോഗം കൊണ്ട് നാം അറിയേണ്ടത്. നിശ്രേയസ് ആർത്തിഭി വേദന അർഹത്വാത് വേദ്യ എന്നും ആചാര്യ ഭഗവത്പാദർ പറയുന്നുണ്ട്. നിശ്രേയസ് എന്നാൽ നിതരാം ശ്രേയസ്, ജീവിതത്തിലെ ഏറ്റവും മഹത്തായ നേട്ടം, ഏറ്റവും പരമമായ ശ്രേയസ്,
ഏതൊന്നിനെ പ്രാപിച്ചാലാണോ ജന്മം കൃതകൃത്യമാകുന്നത് അതാണ് പരമമായ ശ്രേയസ്. അതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. അപ്പം നിശ്രേയസം അർഹിക്കുന്ന ആ മോക്ഷാർത്ഥികൾ വേദന അർഹത്വാത്. വേദനം എന്നാൽ ഇവിടെ അറിയുക, അറിയാൻ എന്നൊക്കെയാണ് അർത്ഥം. അർഹത്വാത് അറിയിക്കുന്നത് കൊണ്ട് ഭഗവാന് നാമം വേദ്യഃ എന്ന്. ഇനി അടുത്തത് വൈദ്യഃ. സർവവിദ്യാനാം വേദൃത്വാത് വൈദ്യഃ. എല്ലാ വിദ്യകളും അറിയുന്നവനായതുകൊണ്ട് ഭഗവാന് വൈദ്യഹി എന്ന നാമം. അപ്പം സർവ വിദ്യകളും ഭഗവാനിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഭഗവാൻ 64 വിദ്യകളും ഭഗവാനിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഭഗവാൻ സർവജ്ഞനാകുന്നു. അതുകൊണ്ട് ഭഗവാൻ വൈദ്യൻ എന്ന അർത്ഥം. ഇനി മറ്റൊരർത്ഥം പറഞ്ഞാൽ ഭഗവാൻ വൈദ്യനുമാണ്. വൈദ്യോ നാരായണോ ഹരിഹി എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ സംസാരമെന്ന രോഗത്തെ, ജനനമരണമാകുന്ന ആ രോഗത്തെ നീക്കി അജ്ഞാനമെന്ന രോഗ കാരണത്തെ ഉന്മൂലനം ചെയ്യുന്നു. അങ്ങനെയുള്ള ആളാണ് വൈദ്യനാഥനായ ഭഗവാൻ. ആയുർവേദത്തിൻ്റെ ആചാര്യനായി അവതാരം ചെയ്തത് ധന്വന്തരമൂർത്തിയായിട്ടാണ്. അപ്പം ദേവന്മാരുടെ പീഡകളെ മാറ്റിക്കൊടുത്ത് അമൃതം കൊടുത്തു. എല്ലാം അറിയുന്നവൻ എന്നും അർത്ഥം. ചികിത്സകൻ എന്ന അർത്ഥത്തിലും ഭഗവാന് വൈദ്യഃ എന്ന നാമം. ഇനി അടുത്തത് സദായോഗി. ഇത് 165ാമത്തെ നാമമാണ്. സദാ ആവിർഭൂത് സ്വരൂപത്വാത് സദായോഗി. എല്ലായ്പ്പോഴും ഭഗവാന്റെ സ്വരൂപം ആവിർഭവിച്ചിരിക്കുന്നു. എന്നാൽ പ്രകാശിക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. സ്വന്തം സ്വരൂപം എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. ഭഗവാന് സ്വരൂപ വിസ്മൃതിയില്ല എന്ന് സാരം. താൻ ബ്രഹ്മമാകുന്നു, സച്ചിദാനന്ദമാണ് ഭഗവാന്റെ സ്വരൂപം. എപ്പോഴും ഓർമ്മയുള്ള ആളാണ് ഭഗവാൻ. ഒരിക്കലും ഭഗവാന് മറവിയില്ലെന്ന് സാരം. നമുക്കോ മറവിയേ ഉള്ളൂ, അല്ലേ? അതുകൊണ്ടാണ് നമ്മളെ ഉപദേശിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഗുരുക്കന്മാരും ഈ ശാസ്ത്രങ്ങളും ഒക്കെ. നമ്മൾ ഓരോരുത്തരും സച്ചിദാനന്ദ സ്വരൂപികളാണ്, പരബ്രഹ്മസ്വരൂപികളാണ്, ഈശ്വര സ്വരൂപികളാണ് എന്ന കാര്യം നമ്മൾ മറന്നുപോയിരിക്കുന്നു. ആ മറവി നീക്കലാണ് ഗുരുക്കന്മാരും ശാസ്ത്രങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത്. നീ ജഡമായ ശരീരമല്ല, നിന്റെ ആ മാറിക്കൊണ്ടിരിക്കുന്ന മനോബുദ്ധികളെ, ഇന്ദ്രിയങ്ങളെ ഒന്നുമല്ല നീ വിചാരിക്കുന്നത്, അതൊന്നുമല്ല നീ എന്ന് ഭഗവാൻ പറയുന്നു. നമ്മൾ അല്ലാത്തതിലാണ് ഞാനെന്ന് വിചാരിക്കുന്നത്. ആ അനാത്മഭാവങ്ങളെ എല്ലാം നീക്കി നമ്മിലെ ആത്മഭാവത്തെ പ്രകാശിപ്പിക്കുന്നു ഭഗവാൻ. ഇവിടെ ഭഗവാനെ സംബന്ധിച്ച് ശാസ്ത്രങ്ങളുടെയോ ഗുരുക്കന്മാരുടെയോ ആവശ്യമില്ല ഭഗവാന്. ഭഗവാൻ എപ്പോഴും ജ്ഞാനം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ്. ഇനി അടുത്തത് വീരഹ. ധർമ്മത്രാണായ അസുരവീര്യാൻ
ഹന്തി ഇതി വീരഃ. അപ്പൊ ധർമ്മത്രാണായ, ധർമ്മം രക്ഷിക്കാനായിക്കൊണ്ട് അസുരവീര്യനാൻ ഹന്തി, അസുരവീരന്മാരെ ഹനിക്കുന്നു. അതുകൊണ്ട് ഭഗവാന് നാമം വീരഃ. ഭഗവാൻ കൃഷ്ണാവതാരത്തിലും കുറേ ആൾക്കാരെ ഭഗവാൻ കൊല്ലുന്നുണ്ട്, ദുഷ്ടന്മാരെ. എന്തിനു വേണ്ടിയാണ്? പൂതന, തൃണാവർത്തൻ, ബഹൻ, ചാണൂരൻ, മുഷ്ടികൻ, കേശി, കംസൻ മുതലായ കൊല്ലുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് അവതാരങ്ങളിലും ഭഗവാൻ ഹിരണ്യാക്ഷൻ, ഹിരണ്യശുഭു എന്ന ദുഷ്ടന്മാരെ കൊല്ലുന്നുണ്ട്. അപ്പം ഈ ദുഷ്ടനായ വീരന്മാരെ, നിരവധി പേരെ വധിക്കുന്നവൻ എന്ന അർത്ഥത്തിലും ഭഗവാന് വീരഃ എന്ന് നാമം. അപ്പൊ ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ഭഗവാൻ അവരെ ഒക്കെ കൊന്നത് എന്ന് വെച്ചാൽ, ഭൂമിയുടെ ഭാരം കുറയ്ക്കാനും ഭൂമിയിലുള്ള ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും സ്വസ്ഥതയോട് ജീവിക്കുവാനും ഈ ലോകത്തെ നിലനിർത്താനുമായിക്കൊണ്ട് അതിനെല്ലാം ഹാനികരമായി പ്രവർത്തിക്കുന്നവരെ ഭഗവാൻ വധിക്കുന്നു. അതുകൊണ്ട് ഭഗവാന് വീരഃ എന്ന് നാമം. ഇനി അടുത്തത് മാധവ. ഇതും ഒരു ആവർത്തന നാമമാണ്. 72ാമത്തെ നാമമായിട്ട് വന്നതാണ്. അവിടെ മാ ശബ്ദത്തിന് ലക്ഷ്മീപതി എന്നാണ് അവിടെ അർത്ഥം പറഞ്ഞത് മാധവന്. ഇവിടെ മാ ശബ്ദത്തിന് വിദ്യ എന്നാണ് ഇവിടെ അർത്ഥം പറയുന്നത്. വിദ്യായാഹ പതിഹി മാധവഃ, വിദ്യയുടെ പതിയായതുകൊണ്ട് മാധവൻ. അപ്പം വ്യാസൻ രചിച്ചിട്ടുള്ള മഹാഭാരതത്തിൻ്റെ അനുബന്ധിച്ചുള്ള ഹരിവംശം എന്നൊരു കൃതിയുണ്ട്. അതിൽ വ്യക്തമായിട്ട് ഈ മാധവ ശബ്ദത്തിന് അവിടെ അർത്ഥം പറയുന്നുണ്ട്. മാ വിദ്യോജയ ഹരേ പ്രോക്ത തസ്യാഹ ഈശോ യദോ ഭവാൻ മമാധവ നമാസി ദവ സ്വാമി ഇത് ശബ്ദതഃ. മാ വിദ്യേജ ഹരേ പ്രോക്ത, മാ എന്ന ശബ്ദത്തിന് ഹരിയുടെ വിദ്യ എന്നർത്ഥം, അതായത് ബ്രഹ്മവിദ്യ. അസ്യാഹ ഈശോ യദോ ഭവാൻ, ആ വിദ്യയുടെ ഈശ്വരനാകുന്നു അങ്ങ്. തസ്മാത് മാധവ നാമാസി, അതുകൊണ്ട് മാധവൻ എന്ന പേരോടു കൂടിയവനാകുന്നു. ഇവിടെ ദവ എന്ന ശബ്ദത്തിനർത്ഥം സ്വാമി എന്നാണ്. അപ്പൊ ബ്രഹ്മവിദ്യയുടെ സ്വാമിയാണ് മാധവൻ. ബ്രഹ്മവിദ്യ നൽകുന്നത് പൂർണ്ണമായിട്ടുള്ള ആനന്ദമാണ്. അതുകൊണ്ട് വിദ്യകളിൽ വെച്ച് രാജാവാണ് ബ്രഹ്മവിദ്യ. അതുകൊണ്ട് ഭഗവാന് നാമം മാധവൻ. ഇനി അടുത്തത് മധുഹു. ഇത് 168ാമത്തെ നാമമാണ് മധുഹു. മധു എന്നാൽ തേൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഭഗവാൻ മധുവാണെന്ന് പറഞ്ഞാലോ, ആ മധുരം നമ്മെ ആഹ്ലാദിപ്പിക്കുന്നതാണ്. മധുരം ഇഷ്ടമല്ലാത്തവര് ചുരുക്കം ആളുകളെ ലോകത്തിൽ കാണുകയുള്ളൂ. ഇവിടെ അർത്ഥം പറയുന്നു, യഥാ മധു പരാം പ്രീതിം ഉൽപാദയതി അയമഭി തഥാ ഇതി മധുഹു. എപ്രകാരമാണോ തേന്, അതാണ് യഥാ മധു പരാം പ്രീതിയും ഉൽപാദയതി, ആ പരമമായ പ്രീതിയെ, ഇഷ്ടത്തെ, സന്തോഷത്തെ ഉണ്ടാക്കുന്നത്, തഥാ അയമഭി, അതുപോലെയാണ് ഇവനും. ഇവിടെ അയം എന്ന് വെച്ചാൽ ഈശ്വരൻ എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഭഗവാനെ മധു എന്ന് വിളിക്കുന്നു. ഭഗവാൻ എല്ലാവരുടെയും ആത്മാവാണെന്ന് സാരം. ഇനിയും അടുത്തത് അതീന്ദ്രഃ.
അതീന്ദ്രഹ എന്നതിൻ്റെ അർത്ഥം പറയുന്നത് ശബ്ദാത് രഹിതത്വാത് ഇന്ദ്രിയാണാം അവിഷഹ ഇത് അതീന്ദ്രഹ. അതായത് ഈശ്വരന് ഗന്ധമോ സ്പർശമോ ശബ്ദമോ രൂപമോ ഒന്നും തന്നെ ഇല്ല. നമ്മൾക്ക് ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ കഴിയുന്നുമുണ്ട്. അപ്പം ഈ 5 വിഷയങ്ങളാണ് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. കണ്ണുകൊണ്ട് നമുക്ക് രൂപത്തെ അറിയാൻ സാധിക്കും, ചെവി കൊണ്ട് ശബ്ദത്തെ അറിയാൻ സാധിക്കും, നാവ് കൊണ്ട് രസം അറിയാൻ സാധിക്കും, മൂക്കുകൊണ്ട് ഗന്ധം അറിയാൻ സാധിക്കും, ത്വക്കുകൊണ്ട് സ്പർശം അറിയാൻ സാധിക്കും. എന്നാൽ നമുക്ക് 6ാമതൊരു ഇന്ദ്രിയമില്ല. ഈ 5 വസ്തുക്കളെ സൃഷ്ടിക്കപ്പെട്ട ഈ ഭൗതികതയിൽ പെടുന്നതാണ്. എന്നാൽ ഭഗവാനോ സൃഷ്ടിക്കപ്പെട്ടവനല്ല, എല്ലാറ്റിനും മുമ്പേ ഉള്ളവനാണ്. അപ്പം ഇന്ദ്രിയ വിഷയങ്ങൾക്കപ്പുറത്താണ് ഭഗവാൻ എന്ന് സാരം. ഭഗവാൻ ഈ അറിവ് നമുക്ക് നൽകുന്നതും നമ്മളെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്കറിയാൻ സാധിക്കുന്നതും ഭഗവാന്റെ അറിവ് കൊണ്ടാണ്. അതിനെക്കുറിച്ച് കേനോപനിഷത്തിൽ പറയുന്നുണ്ട്. യത് ചക്ഷുഷാന പശ്യതി യേന ചക്ഷുഷംഷി പശ്യതി തഥേവ ബ്രഹ്മത്വം വിദ്ധി നേദം യജിതമുപാസതേ എന്ന് ആ ഉപനിഷത്തിൽ പറയുന്നു. അപ്പൊ ഏതൊന്നിനെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ലയോ, ഏതൊന്നിൻ്റെ അനുഗ്രഹം കൊണ്ട് കണ്ണ് കാണുന്നതായി ഇരിക്കുന്നുവോ, ഏതൊന്നിനെ സ്തോത്രം കൊണ്ട് ശ്രവിക്കാവില്ലയോ, ഏതൊന്നിൻ്റെ സാന്നിധ്യം കൊണ്ട് സ്തോത്രം മറ്റു വിഷയങ്ങളെ ശ്രവിക്കുന്നുവോ, അങ്ങനെ ഓരോ ഇന്ദ്രിയവും പ്രവർത്തിക്കുന്നത് ആരുടെ അനുഗ്രഹം കൊണ്ടാണോ അവനെ ഇന്ദ്രിയങ്ങളെ കൊണ്ടറിയാൻ സാധ്യമല്ല. അതുകൊണ്ട് ഭഗവാന് നാമം അതീന്ദ്രഹ എന്ന് ഉപനിഷത്തിൽ അർത്ഥം പറയുന്നു. ഇനിയും മഹാമായഃ മായാനാം അഭിമായാ കാരുത്വാത്. മഹാമായഃ മായാവികൾക്കും അവൻ മായയെ ചെയ്ത് ആ മായാവിയെ പോലും മയക്കുന്നു ഭഗവാൻ. അതുകൊണ്ട് ഭഗവാന് നാമം മഹാമായഃ. ശ്രീകൃഷ്ണാവതാരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ബ്രഹ്മദേവന് ഭഗവാനെ പരീക്ഷിക്കുവാനായിട്ട് ഭഗവാന്റെ കൂട്ടുകാരായ ഗോപന്മാരും ഭഗവാനും ഒക്കെ കൂടെ ചേർന്ന് ഗോക്കളെ മേയ്ക്കാനായിട്ട് വൃന്ദാവനത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഈ ഗോപന്മാരെയും പശുക്കളെയും ബ്രഹ്മാവ് മറച്ചു വയ്ക്കുന്നുണ്ട് തൻ്റെ മായ കൊണ്ട്. ഭഗവാന് എല്ലാം കാണാൻ കഴിവുള്ള വ്യക്തിയാണ്. അപ്പോൾ വൈകുന്നേരം തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ ഏതൊക്കെ പശുക്കൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്നുവോ അതിനെയെല്ലാം അതാത് രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടു അവിടെ വെച്ച്. ഒരു കുറവുമില്ലാതെയാണ് ആ ഭഗവാന്റെ നേരത്തെ ഉണ്ടായിരുന്ന പശുക്കളുടെ രൂപത്തിൽ ഭഗവാൻ സൃഷ്ടിക്കപ്പെട്ടത്. അതുപോലെ ഗോപന്മാരെയും അതേ സ്വരൂപത്തിൽ ഭഗവാൻ നിർമ്മിച്ചു. സോ കാമജദാ ബഹുസ്യാം പ്രജായതി എന്ന് പറയുന്നുണ്ട് വേദം. അപ്പൊ ഭഗവാന് എങ്ങനെ സൃഷ്ടി നടത്തി എന്ന് ഭഗവാൻ
സങ്കൽപ്പിച്ചു താൻ തന്നെ പലതായി തീർന്നു. അപ്പൊ ഭഗവാൻ തന്നെ അനേക ഗോപന്മാരും അനേക പശുക്കുട്ടികളുമായി തീർന്നു. അവരുടെ കയ്യിലുള്ള ഉപകരണങ്ങളെല്ലാം അതുപോലെ പശുവിൻ്റെ കഴുത്തിലും ആ പഴയ കയറും ആ പഴയ മണിയും ഒക്കെ ഭഗവാൻ ഉണ്ടാക്കിയെടുത്തു. ഓരോ പശുക്കളിലും എന്തൊക്കെ മാർക്കുകളുണ്ടോ അതെല്ലാം ആ പശുക്കളിലും ഭഗവാൻ സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെ ഒരു വർഷം ഭഗവാൻ എൻ്റെ സൃഷ്ടി നടന്നു. അപ്പം ബ്രഹ്മദേവൻ ഈ ഭഗവാൻ സൃഷ്ടിച്ച പശുക്കളെയും ഗോപന്മാരെയും കണ്ടിട്ട് സംശയം ഉണ്ടായി. ഏതാണ് സത്യം, ഏതാണ് മിഥ്യ എന്ന ആശങ്കയുണ്ടായി. ഒളിപ്പിച്ചു വെച്ച പശുക്കളെയും ഗോപന്മാരെയും ഒക്കെ ചെന്ന് ബ്രഹ്മദേവൻ നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ അതുപോലെ ഇരിക്കുന്നു. ഇത് പിന്നെ ഏതാണെന്ന് സംശയം ഉദിച്ചു ബ്രഹ്മാവിന്. അപ്പം ഭഗവാന്റെ കൂടെ നടക്കുന്നത് ഇനി യഥാർത്ഥമാണോ എന്നുപോലും ബ്രഹ്മദേവൻ ശങ്കിച്ചു പോയി. അപ്പൊ ഭഗവാനെ മോഹിപ്പിക്കുവാൻ വേണ്ടി താൻ മായ പ്രയോഗിച്ചു. പക്ഷെ ഭഗവാൻ തന്നെ മോഹിപ്പിച്ചു കളഞ്ഞു എന്നാണ് ഇവിടെ ബ്രഹ്മദേവൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ മഹാമായാവിയായ ഭഗവാന്റെ മുമ്പിൽ തൻ്റെ മായ ഇത്ര നിസാരം. അവസാനം ബ്രഹ്മദേവൻ ഭഗവാന്റെ കാൽക്കൽ ചെന്ന് വീണു നമസ്കരിച്ചു. അങ്ങേ ഞാൻ അറിഞ്ഞില്ല, വലിയൊരു തെറ്റാണ് ഞാൻ ചെയ്തത്, എനിക്ക് മാപ്പ് നൽകണമേ എന്ന് ബ്രഹ്മദേവൻ ഭഗവാനോട് പറഞ്ഞുകൊണ്ട് ആ ബ്രഹ്മദേവന് ആ സമയത്ത് ഭഗവാനെ സ്തുതിക്കുന്ന ഭാഗം നമുക്ക് ഭാഗവതത്തിൽ കൂടി കാണാൻ സാധിക്കും. ദശമസ്കന്ധത്തില് 13, 14 അധ്യായത്തിൽ കൂടി നമുക്ക് കാണാം. ഇങ്ങനെ മായാവികളുടെയും മുകളിലാണ് ഭഗവാന്റെ മായ എന്ന് സാരം. അതുകൊണ്ട് ഭഗവാന് മഹാമായ എന്ന നാമം. അപ്പൊ ഭഗവാന്റെ മായയാണ് ഇവിടെ സൃഷ്ടിസ്ഥിതി സംഹാരമായി നടക്കുന്നത്. സൃഷ്ടി തന്നെ വലിയ ഒരു മായയാണ്. ഉദാഹരണം പറഞ്ഞാല് കുടമുണ്ടെന്ന് നമ്മൾ കരുതുകയാണ്. ആ കുടത്തെ വീക്ഷിക്കുമ്പോൾ അത് മണ്ണാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ ആഭരണം സത്യമാണെന്ന് കരുതി നമ്മൾ അണിയുന്നു. അതിനെയും ഇതുപോലെ നിരീക്ഷിച്ചാൽ ആഭരണം അത് നല്ലവണ്ണം അവിടെ ആഭരണമേ ഇല്ല. അത് എന്താണ്? ആകെയുള്ളത് അവിടെ കാണുന്ന സ്വർണം മാത്രമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾ ഓരോന്നിനെയും വിശകലനം ചെയ്യുമ്പോൾ ഈ കാണുന്ന നാമരൂപങ്ങളായ ജഗത്ത് വിലയിക്കുന്നത് കാണാൻ സാധിക്കും. അതിൻ്റെ പരമകാരണമായത് ഭഗവാനിലേക്കാണ് വിലയിക്കുന്നതെന്ന് നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ ഈ നാമരൂപങ്ങളൊക്കെയോ അതുതന്നെയാണ് ഭഗവാന്റെ മായ. അതുകൊണ്ട് ഭഗവാന് മഹാമായ എന്ന നാമം. ഇനി അടുത്തത് മഹോത്സാഹ. ഇത് 171 നാമമാണ്. മഹോത്സാഹ എന്ന് വെച്ചാൽ മഹത്തായ ഉത്സാഹത്തോടു കൂടിയത്. എന്താണ് ഭഗവാന്റെ ഉത്സാഹം? ഇവിടെ ജഗതുൽപത്തി സ്ഥിതി ലയാർത്ഥം ഉദ്യുത്വാത് മഹോത്സഹ. ഈ ജഗത്തിൻ്റെ ഉൽപ്പത്തി, സ്ഥിതി, ലയം ഈ 3 കാര്യങ്ങൾക്കായി എപ്പോഴും
ഉദ്യമൻ. ഉദ്യമൻ എന്ന് വെച്ചാൽ പ്രയത്നം ചെയ്യുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാന് നാമം മഹോത്സാഹ. ഇനി അടുത്തത് മഹാബലഹ. അപ്പൊ ബലവാന്മാരുടെ പോലും ബലം ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാന് മഹാബലഹ എന്ന് നാമം. ഗീതയില് 7-ാം അധ്യായത്തിൽ 11-ാം ശ്ലോകത്തില് ഭഗവാൻ പറയുന്നുണ്ട്, ബലം ബലവതാം ചാഹം കാമരാഗവിവർജിതം ധർമാവിദഗ്ധോ ഭൂതേഷു കാമോസ്മി പരദർശഭ എന്നവിടെ പറയുന്നുണ്ട്. ബലവതാം ബലം അഹം. ഈ ലോകത്തിലുള്ള എല്ലാ ബലവാന്മാരുടെയും ബലം ഭഗവാന്റെ ബലമാണ്. അതെല്ലാവരും തിരിച്ചറിഞ്ഞാൽ നല്ലത്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ബലവാന്മാർ ബലവാനായിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ഒരു നിമിഷം മതി നമുക്ക് ചെയ്യാനുള്ള കഴിവുകളെല്ലാം നഷ്ടപ്പെടാൻ. ആരാണ് ആ ബലം തരുന്നത്? ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാന് നാമം മഹാബലഹ എന്ന്. ഹരി.